നിലമ്പൂരിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എം സ്വരാജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. താലൂക്ക് ഓഫീസിലെത്തി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. എ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗം കൂടെയുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ച് വരണാധികാരിക്ക് മുന്നിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് നിൽക്കുകയാണ്. ചുവപ്പ ഷോൾ അണിഞ്ഞുകൊണ്ടാണ് എം സ്വരാജ് എത്തിയിരിക്കുന്നത്. നേരത്തെ തൊട്ടടുത്തുള്ള ജവഹർ കോളനിയിൽ നിന്ന് ചെറു പ്രകടനവുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ നിമിഷങ്ങളാണ്. ഇപ്പോൾ എം സ്വരാജ് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെക്കുന്നു. വരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. താലൂക്ക് ഓഫീസിൽ എം സ്വരാജ് എത്തുമ്പോൾ കൂടെ എ വിജയരാഘവനുണ്ട്. പാർട്ടിയിലെ മുന്നണിയിലെ നേതാക്കളുണ്ട്. ഒരു ചെറു പ്രകടനമായാണ് എം സ്വരാജ് എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. എം സ്വരാജിനെ സംബന്ധിച്ച് അതിശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുക എന്നതാണ് സ്വരാജിന് മുന്നിലുള്ള ദൗത്യം. ഈ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക, അവിടെ വിജയിച്ചു കയറുക എന്നതാണ് ഇടതുമുന്നണി എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ, പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് മത്സരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴും പറഞ്ഞത് എം സ്വരാജിനെ ഞങ്ങൾ നിയമസഭയിൽ കാത്തിരിക്കുന്നു, നിങ്ങൾ ജയിപ്പിച്ചു വിടണം എന്നാണ് നിലമ്പൂരിലെ ജനങ്ങളോടുള്ള അഭ്യർത്ഥന എന്നതാണ്. എം സ്വരാജ് മത്സരരംഗത്ത് വന്നത് കടുത്ത പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഷഹദ് റഹ്മാൻ, സുകുമാരൻ എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഹദ് അവിടെ നിന്ന്? നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീജിത്ത്, പറയൂ. തീർച്ചയായും എം സ്വരാജിന്റെ പത്രികാ സമർപ്പണ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രിക സമർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒരു സെറ്റ് പത്രിക മാത്രമാണ് എം സ്വരാജ് നൽകുന്നത്. അതിനുശേഷം 2 സെറ്റ് പത്രിക കൂടി സമർപ്പിക്കുമെന്നാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവൻ അറിയിച്ചിട്ടുള്ളതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി നഗരസഭാ ചെയർമാൻ, ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടുമെന്ന ഒരു പേര്, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മട്ടുമ്മൽ സലീം, അദ്ദേഹം കൂടി ഡമ്മി സ്ഥാനാർത്ഥിയായതിനു ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജവഹർ നഗറിൽ നിന്ന് ഒരു ചെറു പ്രകടനമായി എ വിജയരാഘവൻ, PP സുനീർ അടക്കമുള്ള BK ബിജു അടക്കമുള്ള LDF നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു ചെറു പ്രകടനമായാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അതിനുശേഷം ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. ആ സമയത്ത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു ഇവിടെ. അതിനുശേഷം ഒരു സ്വതന്ത്രൻ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. മനീഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് മനസ്സിലാക്കുന്നു. ശേഷമാണ് എം സ്വരാജിന് അവസരം ലഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ഉള്ളത് PP സുനീർ, അതുപോലെ തന്നെ എ വിജയരാഘവൻ അടക്കം PK സൈനബ അടക്കമുള്ള LDF നേതാക്കളാണ് ഇപ്പോൾ ഉള്ളത്. മന്ത്രി V അബ്ദുറഹ്മാൻ അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം വീണ്ടും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഉച്ചവരെയുള്ള പരിപാടി ചന്തക്കുന്നിന്റെ പരിസരത്ത് ഒരു സ്വീകരണ കേന്ദ്രത്തിൽ അവസാനിപ്പിച്ച് അവിടെ നിന്ന് എം സ്വരാജ് വരികയാണ് ഉണ്ടായിരുന്നത്. ഏറെ നേരം വാഹന ഗതാഗത കുരുക്കിലടക്കം അദ്ദേഹം പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അല്പസമയത്തിനകം തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഔദ്യോഗികമായ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സ്വരാജ് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. വരണാധികാരി സിന്ധു MP, തഹസിൽദാർ നിലമ്പൂർ, അവരുടെ മുൻപാകെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സെറ്റ് പത്രികയാണ് ഇപ്പോൾ നൽകുന്നത്. ശേഷം 2 സെറ്റ് പത്രിക കൂടി ഉച്ചയ്ക്ക് ശേഷം സമർപ്പിക്കും. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ കൂടെ മന്ത്രി V അബ്ദുറഹ്മാൻ അടക്കമുള്ള ആളുകളുണ്ട്. വൈകിട്ടോടുകൂടി ഒരു നാമനിർദ്ദേശ പത്രിക, ഒരു ഡമ്മി സ്ഥാനാർത്ഥിയായി മട്ടുമ്മൽ സലീമിന്റെ ഒരു നാമനിർദ്ദേശ പത്രിക കൂടി വരും.
ശരി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. താലൂക്ക് ഓഫീസിൽ എം സ്വരാജ് എത്തിയിരിക്കുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ ഉണ്ട്. അതോടൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായ PP സുനീർ MP അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഇടതുമുന്നണി നേതാക്കൾ ഉണ്ട് എം സ്വരാജിനൊപ്പം. അല്പം മുൻപാണ് ജവഹർ കോളനിയിൽ നിന്ന് എം സ്വരാജിൻ എന്ന സ്ഥാനാർത്ഥിയെയും കൊണ്ടുള്ള ഒരു ചെറുപ്രകടനമാണ് എത്തിയത്. അതിനുശേഷം എം സ്വരാജ് അല്പനേരം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് മറ്റൊരു അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. ഇടതുമുന്നണിക്കെതിരെ രംഗത്ത് നിൽക്കുന്ന PV അൻവർ, പിണറായിസം അവസാനിപ്പിക്കൂ എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയ PV അൻവർ, അതോടൊപ്പം തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് നടത്തുന്ന UDF, ശക്തരായ പോരാട്ടം കാഴ്ചവെക്കാൻ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുണ്ട്. അവിടെ അൻവർ പോയ ശേഷവും ആ മണ്ഡലം നിലനിർത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട് ഇടതുമുന്നണി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ LDF കൺവെൻഷനിൽ എം സ്വരാജിനെ കാത്തിരിക്കുന്ന ഒരു നിയമസഭ എന്ന പ്രയോഗം നടത്തിയത്. ഏതായാലും എം സ്വരാജിന് വേണ്ടി വളരെ സജീവമായി പാർട്ടി സംവിധാനങ്ങൾ രംഗത്തിറങ്ങുന്നു. പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് മത്സരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത. ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ ഷഹദ്? ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. A വിജയരാഘവൻ, അതുപോലെ തന്നെ EP സുനീർ, PK സൈനബ, M തോമസ് മാത്യു, എബ്രഹാം P മാത്യു, മന്ത്രി V അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പം വന്നുകൊണ്ടാണ് ഇത്തരത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഒരു സെറ്റ് പത്രികയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് ഈ താലൂക്ക് ഓഫീസിന് തൊട്ട് സമീപത്ത് നിന്നും ഏകദേശം 10 മിനിറ്റ് മാത്രം ദൂരമുള്ള സ്ഥലത്ത് നിന്നാണ് ഇങ്ങോട്ടേക്ക് കാൽനടയായി പ്രകടനമായിട്ട് എം സ്വരാജും പാർട്ടി പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ചെറിയ ഒരു പ്രകടനം മാത്രമായിരുന്നു. കാരണം പാർട്ടി പ്രവർത്തകർ അത്രയും മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഭാഗമാകണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുൻപ് ഈ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കും ഒപ്പം തന്നെ കുറച്ച് ചില പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ എം സ്വരാജിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതിന് ശേഷം ഇനി PV അൻവർ കൂടി ഇവിടേക്ക് വരാനുണ്ട്. PV അൻവറും അല്പസമയത്തിനകം എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും BJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക ഇവിടെ സമർപ്പിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഈ നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുന്നതോടെ ഈ മണ്ഡലം അല്ലെങ്കിൽ ഈ നിലമ്പൂര് അത് ഇതുവരെ കാണാത്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിനോടകം തന്നെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. കാരണം ആദ്യ ദിനം തന്നെ, അതായത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ദിവസം പൂർത്തിയായ ഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് റോഡ് ഷോ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തായിരുന്നു എം സ്വരാജിനെ. തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലെത്തിയ എം സ്വരാജിനെ പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം, അതിന്റെ ഫോർമാലിറ്റീസിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ.